ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് മുന്നേ നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് BJPൻ്റെ ഒരാൾ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തേണ്ടത് അറിയോ? മലപ്പുറത്ത് നോമ്പുള്ള സമയത്ത് ഹോട്ടലുകൾ തുറക്കൂലാന്ന്. ബാക്കിയുള്ള ഏത് സമയത്ത് തുറന്നിട്ടില്ലാന്നിട്ടെങ്കിലും നോമ്പിന് മാത്രം കച്ചവടം കിട്ടുന്ന ഒരുപാട് നോമ്പ് കള്ളന്മാർ പോകുന്ന ഒരുപാട് ഹോട്ടലുകൾ മലപ്പുറത്തുണ്ട്. ഇല്ല എന്നുള്ളത് വെറുതെയാണ്. ഇതിന് വേറെ മറിച്ചൊരു മറുപടി ചോദിക്കാണ്ട്, ഇന്ത്യയിലെ 2 സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഈ 2 സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും ഇതുവരെ ഞാൻ നോൺ വെജ് കഴിച്ചിട്ടില്ല. പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റി 2018 പഠിക്കുന്ന സമയത്ത് അവിടെ മുട്ട ഉണ്ടായിരുന്നു. അത് ചില ആളുകൾക്ക് നോൺ വെജാണ്, കുറച്ച് ആളുകൾക്ക് അത് നോൺ വെജും കാര്യങ്ങളൊക്കെയാണ്. ഇന്ത്യയിലെ ഒരു ജനാധിപത്യ ഇന്ത്യയിലെ അതും ഒരു അത്രയും വിദ്യാഭ്യാസപരമായിട്ട് അത്രയും ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന അത്രയും ക്യാമ്പസുകളിൽ ജാമ്യയിലുണ്ട്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലുണ്ട്, ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളിൽ ഞാൻ കേട്ടിട്ടില്ല നോൺ വെജ് കിട്ടുന്നത്. പ്രത്യേകിച്ച് 2009 പ്രകാരമാണ് CUCET എക്സാം വരുന്നത്, സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ്. ഇപ്പോൾ നിലവിൽ CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ഒക്കെ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഞാൻ കണ്ടിട്ടുള്ള കുട്ടികൾ നോൺ വെജ്, അതായത് ഒഫീഷ്യലി ആയിട്ട് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന മെസ്സുകളിൽ നോൺ വെജ് ഞാൻ കണ്ടിട്ടില്ല. മറ്റുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ ഭക്ഷണം വിൽക്കുന്ന ആളുകൾ, അതായത് ചില ദിവസങ്ങൾ, ചില ചൊവ്വാഴ്ച തിങ്കളാഴ്ച ദിവസങ്ങളൊക്കെ ചില കമ്മ്യൂണിറ്റികൾ നോൺ വെജ് കഴിക്കൂല. അപ്പോൾ ബാക്കിയുള്ള ആളുകളും കഴിക്കാൻ പാടില്ല എന്നുള്ളതിൽ എനിക്കറിയാം. ഞാൻ ഹരിയാന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ 2019-20 ടൈമിൽ ഞാൻ പോയ സമയത്ത് അവിടുന്ന് നോൺ വെജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു മൊട്ടമലയുടെ മുകളിൽ കയറിയിരുന്നു. അന്ന് പേടിയോടെ എൻ്റെ മുകളിൽ കയറിയത്. ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചു പോന്നു. നമ്മളൊരാളെ ഹാം ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിലക്കപ്പെട്ട ഒരു മാംസമല്ല കഴിക്കണത്. ജസ്റ്റ് ചിക്കന് അന്ന് മാസങ്ങളോളം അവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് ചിക്കൻ കഴിക്കാൻ പുതിയതായിട്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. മലപ്പുറത്ത് അങ്ങനെ പറയരുത്. മലപ്പുറത്ത് എന്താ അറിയോ? മലപ്പുറത്ത് എല്ലാ ഫുഡും കിട്ടും. മലപ്പുറത്ത് അത് കഴിക്കരുത്. പന്നി കഴിക്കുന്ന ആളുകൾക്ക് പന്നി കഴിക്കാം, ചിക്കൻ കഴിക്കുന്ന ആൾക്ക് ചിക്കൻ കഴിക്കാം, ബീഫ് കഴിക്കുന്ന ആളുകൾക്ക് ബീഫ് കഴിക്കാം. മലപ്പുറത്തൊരു കല്യാണ വീടുകളിൽ ജസ്റ്റ് നിങ്ങൾ സന്ദർശിച്ചാൽ മതി. മലപ്പുറത്ത് ബീഫും ചിക്കനും മട്ടനൊന്നും കൂട്ടാത്ത ആളുകൾക്ക് ഒരു ഏരിയയിലുണ്ടാവും സദ്യയും കാര്യങ്ങളൊക്കെ. അത് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മാത്രമല്ല, മുസ്ലിങ്ങളായിട്ട് ആളുകളും നോൺ വെജ് കഴിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഡിവൈഡ് ആൻഡ് റൂൾ നിങ്ങൾ ഇവിടെ ഇതാകരുത്. നിലമ്പൂർ ഇലക്ഷൻ എന്തോ ആയിക്കോട്ടെ, നിങ്ങളവിടെ നിങ്ങളെ ലിസ്റ്റ് തന്നെ അല്ല. ഓക്കെ.